ഓർഡർ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കസ്റ്റമറിന് അവിടെ നോട്ടിഫിക്കേഷൻ എത്തിയിട്ടുണ്ടാകും അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. നെക്സ്റ്റ് ഇതിൻ്റെ ഷിപ്പിംഗ് പ്രോസസ്സാണ്. ഷിപ്പിംഗ് പ്രോസസ്സ് ചെയ്യുമ്പോൾ നമുക്കിവിടെ സെയിൽസിലാണ് വരുന്നത്. സെയിൽസിൽ ഓർഡേഴ്സ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ റീസെൻ്റ്ലി അക്സെപ്റ്റ് ചെയ്ത ഓർഡേഴ്സ് ഇവിടെ ലിസ്റ്റഡ് ആയിട്ട് കാണിച്ചിട്ടുണ്ടാവും. കൺഫേംഡ് എന്നുള്ളതും ക്ലോസ്ഡ് എന്നുള്ളതും. ക്ലോസ്ഡ് ആണെങ്കിൽ നമ്മൾ ഷിപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള രീതിക്കാണ്. ഷിപ്പ്ഡ് ആണെങ്കിൽ ഇവിടെ ഇതുപോലെ മാർക്ക് ചെയ്തിട്ടുണ്ടാവും. നമുക്ക് ഏത് ഓർഡറാണ് ഷിപ്പ് ചെയ്യാനുള്ളതെന്നുണ്ടെങ്കിൽ ആ ഓർഡർ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, ജസ്റ്റ് കാര്യങ്ങളും ഒന്ന് ചെക്ക് ചെയ്യാം. ക്രോസ് ചെക്ക് ചെയ്തിട്ട് ഷിപ്പ് മാനുവലി ഉണ്ടാവും, ഷിപ്പ് വിയ കാരിയർ ഉണ്ടാവും. ഷിപ്പ് വിയ കാരിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും കൊറിയർ പാർട്ട്നേഴ്സുമായിട്ട് ഇൻ്റഗ്രേഷൻ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കത് ഓട്ടോമേഷൻ ത്രൂ നടക്കും. ഇനി അതെല്ലാം മാനുവലി ആണെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ കാരിയറിനെ ജസ്റ്റ് സെലക്ട് ചെയ്യാം. ഒരു പുതിയൊരു കാരിയർ ആണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ജസ്റ്റ് എൻ്റർ ചെയ്ത് കൊടുത്താൽ മതി. ട്രാക്കിംഗ് നമ്പർ കൊടുക്കുക. ജസ്റ്റ് ഡേറ്റും കൊടുത്ത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ കാരിയർ അവിടെ സേവ് ആവും ചെയ്യും. നമ്മളിവിടുന്ന് ഓർഡർ ഷിപ്പ് ചെയ്തതായിട്ട് റെക്കോർഡിൽ കാണിക്കുകയും ചെയ്യും. അപ്പോൾ എനിക്കിവിടെ ഷിപ്പ്ഡിൽ ഒരു മാർക്ക് വന്നിട്ടുണ്ട്. ഇനി ഇത് എനിക്ക് ഷിപ്പ്ഡ് ആയതുകൊണ്ടാണ് ബ്ലൂ മാർക്ക് വന്നിട്ടുള്ളത്. അത് ഇനി ഗ്രീൻ ആവണമെന്നുണ്ടെങ്കിൽ ഇത് അവിടെ ഷിപ്പ്ഡ് എത്തി ഡെലിവറി ചെയ്ത് കഴിഞ്ഞാൽ എനിക്കിവിടെ ഗ്രീൻ ആയിട്ടുണ്ടാകും.